അമേരിക്കൻ പൗരാവകാശ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു മാർട്ടിൻ ലൂതർ കിങ്. തൻ്റെ ആക്ടിവിസത്തിലൂടെയും പ്രചോദനാത്മകമായ പ്രസംഗങ്ങളിലൂടെയും അമേരിക്കയിലെ ആഫ്രിക്കൻ അമേരിക്കൻ പൗരന്മാരുടെ നിയമപരമായ വേർതിരിവ് അവസാനിപ്പിക്കുന്നതിലും 1964 പൗരാവകാശ നിയമവും 1965 വോട്ടവകാശ നിയമവും സൃഷ്ടിക്കുന്നതിൽ അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചു. 1964 അദ്ദേഹം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടി. ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ളതും പ്രചോദനാത്മകവുമായ ആഫ്രിക്കൻ അമേരിക്കൻ നേതാക്കളിൽ ഒരാളായി അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നു. 1929 ജനുവരി 15 ജോർജിയയിലെ അറ്റ്ലാന്റയിലാണ് മാർട്ടിൻ ലൂതർ കിങ് ജനിക്കുന്നത്. ഒരു പാസ്റ്ററായിരുന്ന മാർട്ടിൻ ലൂതർ കിങ് സീനിയറിൻ്റെയും മുൻ സ്കൂൾ അധ്യാപികയായ ആൽബർട്ട് വില്യംസ് കിങ് എന്നിവരുടെ മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. പ്രതിഭാധനനായ വിദ്യാർത്ഥിയായ മാർട്ടിൻ തൻ്റെ 15ാമത്തെ വയസ്സിൽ മോർഹൗസ് കോളേജിൽ ചേർന്നു. അവിടെ അദ്ദേഹം വൈദ്യവും നിയമവും പഠിച്ചു. 1948 ബിരുദം നേടിയ പെൻസിൽവാനിയയിലെ ക്രോസർ തിയോളജിക്കൽ സെമിനാരിയിൽ അദ്ദേഹം പ്രവേശിച്ചു. അവിടെ വെച്ച് മഹാത്മാഗാന്ധിയുടെ അഹിംസാ തത്വശാസ്ത്രം പരിചയപ്പെട്ട അദ്ദേഹം ഡിവിനിറ്റിയിൽ ബിരുദവും നേടി. അദ്ദേഹം അലബാമ സംസ്ഥാനത്തിലെ മോൺഗോമറിയിലെ ഡെക്സ്റ്റർ അവന്യൂ ബാപ്റ്റിസ്റ്റ് പള്ളിയിൽ പാസ്റ്ററായി ജോലിയിൽ പ്രവേശിച്ചു. 1955 ഡിസംബർ 1 കറുത്തവർഗക്കാരിയായ റോസ പാർക്സ് എന്ന യുവതി ഒരു വെള്ളക്കാരന് ബസ്സിൽ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാത്തതിനാൽ നിയമലംഘനത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. ഇതിനെ തുടർന്ന് മോൺഗോമറി ബസ് ബഹിഷ്കരണ സമരം നയിച്ചത് മാർട്ടിനായിരുന്നു. 385 ദിവസം നീണ്ടുനിന്ന ഈ സമരത്തിനിടെ കിങ് അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. അലബാമയിലെ US ജില്ലാ കോടതി ഈ കേസിൽ പ്രക്ഷോഭകർക്ക് അനുകൂലമായി വിധി പ്രഖ്യാപിക്കുകയും മോൺഗോമറിയിലെ ബസ്സുകളിൽ വെള്ളക്കാർക്ക് പ്രത്യേക സീറ്റുകൾ നിലവിലുണ്ടായിരുന്നത് നിർത്തലാക്കുകയും ചെയ്തു. മോൺഗോമറി ബസ് ബഹിഷ്കരണത്തിൻ്റെ വിജയത്തോടെ അദ്ദേഹവും മറ്റു പൗരാവകാശ പ്രവർത്തകരും ചേർന്ന് 1957 സദേൺ ക്രിസ്ത്യൻ ലീഡർഷിപ്പ് കോൺഫറൻസ് സ്ഥാപിച്ചു. അഹിംസാത്മകമായ പ്രതിഷേധത്തിലൂടെ ആഫ്രിക്കൻ അമേരിക്കക്കാർക്ക് സമ്പൂർണ്ണ സമത്വം കൈവരിക്കാൻ പ്രതിജ്ഞാബദ്ധരായ ഒരു സംഘമായിരുന്നു ഇത്. ഇതിൻ്റെ പ്രസിഡന്റായിരുന്ന മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ രാജ്യത്തും ലോകത്തുമെമ്പാടും സഞ്ചരിച്ച് അഹിംസാത്മക പ്രതിഷേധം, പൗരാവകാശങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രഭാഷണങ്ങൾ നടത്തുകയും മതവിശ്വാസികൾ, സാമൂഹിക പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കൾ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. 1963 ഓഗസ്റ്റ് 28 ലിങ്കൺ മെമ്മോറിയൽ ഹാളിൻ്റെ മുന്നിൽ തടിച്ചുകൂടിയ 2 ലക്ഷത്തോളം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് മാർട്ടിൻ ലൂതർ കിങ് നടത്തിയ എനിക്കൊരു സ്വപ്നമുണ്ട് അല്ലെങ്കിൽ ഐ ഹാവ് എ ഡ്രീം എന്ന പ്രസംഗം 20ാം നൂറ്റാണ്ടിൽ ലോകം കേട്ട ഏറ്റവും മികച്ച പ്രസംഗങ്ങളിലൊന്നാണ്. സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഈ പ്രസംഗം പൗരാവകാശ പ്രസ്ഥാനത്തിൻ്റെ നിർണായക നിമിഷങ്ങളിലൊന്നായും അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രസംഗങ്ങളിലൊന്നായും മാറി. അമേരിക്കൻ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് സംഘടിപ്പിച്ച വാഷിംഗ്ടൺ മാർച്ചിൽ വെച്ചാണ് മാർട്ടിൻ ലൂതർ കിങ് ഈ പ്രസംഗം നടത്തിയത്. അമേരിക്കയിലെ കറുത്തവർഗക്കാരോടുള്ള വംശീയ വിവേചനത്തെ എതിർക്കുകയും പൗരാവകാശ നിയമനിർമ്മാണം പാസാക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഈ മാർച്ചിൻ്റെ ഉദ്ദേശം. എബ്രഹാം ലിങ്കൻ്റെ ഗെറ്റിസ്ബർഗ് പ്രസംഗത്തെ പരാമർശിച്ചുകൊണ്ടാണ് മാർട്ടിൻ ലൂതർ കിങ് ഈ പ്രസംഗം ആരംഭിച്ചത്. തുടർന്ന് അടിമ വിമോചന വിളംബരത്തെക്കുറിച്ച് സംസാരിച്ച അദ്ദേഹം അടിമത്തത്തിൻ്റെ നീണ്ട രാത്രി അവസാനിച്ചുവെങ്കിലും ആഫ്രിക്കൻ അമേരിക്കക്കാർ ഇപ്പോഴും സ്വതന്ത്രരല്ല എന്നും വിവേചനങ്ങൾ അവരെ തളർത്തിയെന്നും സൂചിപ്പിച്ചു. ആഫ്രിക്കൻ അമേരിക്കൻ ജനതയുടെ ജീവിതാവസ്ഥകളെക്കുറിച്ച് സംസാരിച്ച അദ്ദേഹം എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിവേചനങ്ങളില്ലാത്ത അമേരിക്കയെക്കുറിച്ചുള്ള തൻ്റെ സ്വപ്നങ്ങൾ പങ്കുവച്ചു. സ്വാതന്ത്ര്യത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് അവസാനിപ്പിച്ച ഈ പ്രസംഗം എക്കാലത്തെയും വലിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങളിൽ ഒന്നായി ലോകം അംഗീകരിക്കുന്നു. തൻ്റെ 34ാം വയസ്സിൽ മാർട്ടിൻ ലൂതർ കിങ് നടത്തിയ ഈ പ്രസംഗം 1964 പൗരാവകാശ നിയമം നിലവിൽ വരാൻ സഹായിച്ചതായി പലരും വിശ്വസിക്കുന്നു. 1968 ഏപ്രിൽ 4 ജെയിംസ് എൽ എന്ന വ്യക്തിയുടെ വെടിയേറ്റ് മാർട്ടിൻ ലൂതർ കിങ് കൊല്ലപ്പെട്ടു. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. ഈ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നവരെ ഗുഡ് ബൈ.